നമുക്ക് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 25 വരെയുള്ള വാക്യം വായിച്ചാൽ. റോമാലേഖനം 7-ന്റെ 14 മുതൽ 25 വരെയുള്ള ഭാഗം. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്. പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാവമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലേക്ക് പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പഠിപ്പാനായി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ വചനം ഗ്രഹിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ബലവും ശക്തിയും നൽകണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന സകല കാര്യങ്ങളെയും ജയിപ്പാൻ കൃപ പകരണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നാം വായിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചാൽ, അതിന്റെ 17-ാമത്തെ വാക്യം, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ആകയാൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഈ ഭാഗം നമ്മൾക്ക് എല്ലാവർക്കും, ദൈവദാസന്മാരാകുന്ന നാം എല്ലാവരും വളരെ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണെങ്കിലും വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ 22-ാം വാക്യം കൊണ്ട് വായിച്ചാൽ, 22-23 കൂടെ, റോമാലേഖനം 7-ന്റെ 22-23 കൂടെ വായിച്ചാൽ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന, എന്റെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. ഇത് ചില പണ്ഡിതന്മാർ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന തന്റെ അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് എന്നാണ് അവർ ചിലർ ഇങ്ങനെ കമന്ററിയിൽ കൂടെ ഒക്കെ പറയുന്നത്. എന്നാൽ അതല്ല. ഒരു യഥാർത്ഥ ആത്മീക മനുഷ്യന്റെ ഉള്ളിൽ ഈ 2 പ്രമാണമുണ്ട്. ഉള്ളം കൊണ്ട് എന്താണ് വായിക്കുന്നത്? അതിന്റെ 22 വായിച്ച 22-23 ഒന്നുകൂടെ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അതിന്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ വസിക്കുന്ന പാപം. രക്ഷിക്കപ്പെട്ട ദൈവവൈതന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? 2 കൊരിന്ത്യർ 5:17 വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 5:17.
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു ക്രിസ്തുവിലായ ഒരു മനുഷ്യൻ പുതുതായി തീർന്നു. എങ്കിലും അവനിൽ എങ്ങനെയാണ് പാപത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നത്? ഇത് നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാം. 1 തെസ്സലോനിയ 5:21 വായിച്ചാൽ. 1 തെസ്സലോനിയ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇവിടെ ആത്മാവ്, പ്രാണനൻ, ശരീരം, മൂന്നിനെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ എങ്ങനെയാണെന്ന്. ഹലോ, ഇവിടെ ഈ ചാർട്ടിൽ കൂടെ ഞാൻ നിങ്ങളെ വിവരിച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചാർട്ടിൽ ഇവിടെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈ അകത്ത് കാണിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം, ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അതുകൂടാതെ മനുഷ്യന്റെ സ്വന്തമായ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. ഇത് ദൈവത്തിന്റെ സ്വരൂപം, മനുഷ്യന്റേതായ ആത്മാവ്, പ്രാണൻ, അതുപോലെ ശരീരം. ഈ മനുഷ്യന്റെ ആത്മാവിൽ 3 ഘടകങ്ങളുണ്ട്, 3 ഓർഗൻസ് ഉണ്ട്. 1 കോൺഷ്യൻസ്, മനസാക്ഷി. 2 ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അന്തർജ്ഞാനം. 3 ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഇത് 3 കൂടെ ചേർന്നാണ് മനുഷ്യന്റെ ആത്മാവ്. അതിൽ ആദ്യമായി കോൺഷ്യൻസ് അഥവാ മനസാക്ഷി. ഇറ്റ് ഈസ് ദ ഡിസേണിംഗ് ഓർഗൻ. ദ ഡിസേൺമെന്റ് ഓഫ് right and wrong by the conscience is not influenced by the knowledge in the mind, rather it is a spontaneous direct judgment. Many times the conscience will condemn even the things that the one's reasoning condones. The work of the conscience is mostly independent and direct. It is not affected by outward persuasion. If a man makes a mistake in his conduct, his conscience will condemn him. God deals with man through the conscience. ഈ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നല്ലതോ തീയതോ തിരിച്ചറിയുന്നതായ ഒരു അംഗമാണ്. നല്ലതോ അത് വെളിയിലുള്ളതായ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വെളിയിൽ നിന്നും ലഭിച്ചതായ ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നല്ല. പെട്ടെന്ന് തെറ്റോ ശരിയോ, അത് ചെയ്യുന്ന തെറ്റോ ശരിയോ എന്ന് പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മനസാക്ഷി പറയും അത് ശരിയല്ല, നീ ചെയ്തത് തെറ്റാണ്. ബുദ്ധിയിൽ ചെയ്തത് ശരിയാണെന്ന് തോന്നിയാൽ മനസാക്ഷി പറയും അത് തെറ്റാണ്. പിന്നെ അതുപോലെ the work of the conscience is mostly independent. അത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ കോൺഷ്യൻസ്. അതുപോലെ മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ അത് നടക്കുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ കോൺഷ്യൻസ്, അവന്റെ മനസാക്ഷി അവന് പറയും നീ ചെയ്തത് തെറ്റാണെന്ന് പറയുവാനിടയാവും. ദൈവം മനുഷ്യനുമായിട്ട് ഇടപെടുന്നത് അവന്റെ മനസാക്ഷിയിൽ കൂടെയാണ്. ദൈവം മനുഷ്യനുമായിട്ട് ഇടപെടുന്നത്. 2 മനുഷ്യനുള്ള അന്തർജ്ഞാനം, ദി ഇൻറ്റ്യൂഷൻ. ദി ഇൻറ്റ്യൂഷൻ ഈസ് ആൻ ഓർഗാൻ ഓഫ് ഇമ്മീഡിയറ്റ് ഇൻസൈറ്റ്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ വേണ്ട. അവിടെ മൈക്കിനോ സ്പീക്കറിനോ വേണമെങ്കിൽ കൊടുത്താട്ടെ, എനിക്ക് വേണ്ട. ഇൻറ്റ്യൂഷൻ എന്തുപോലെ അന്തർജ്ഞാനം. ഇത് ഇൻറ്റ്യൂഷൻ ഈസ് ഓർഗാൻ ഓഫ് ഇമ്മീഡിയറ്റ് ഇൻസൈറ്റ്. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദൈവം പെട്ടെന്ന് ഇടപെടുന്ന സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഇൻറ്റ്യൂഷൻ ഈസ് ദി ഓർഗാൻ യൂസ്ഡ് ബൈ ഗോഡ് ഓർ ദ സൈറ്റാനിക് സ്പിരിറ്റ്. ദൈവവും അന്തർജ്ഞാനത്തെ ഉപയോഗിക്കുന്നു, അതേ സമയത്ത് രക്ഷിക്കപ്പെടാത്ത